ബിസിനസ്സിൽ ചതി നേരിട്ടതിന്റെ വിഷമത്തിലാണ് ഇപ്പോൾ ഇൻഫ്ലുവൻസർ ദിയ കൃഷ്ണ. സഹോദരിമാരെ പോലെ കണ്ട 3 ജീവനക്കാരുകളിൽ നിന്ന് ഇത്രയും വലിയ വഞ്ചന പ്രതീക്ഷിച്ചിരുന്നില്ലെന്ന് ദിയ പറയുന്നു. എന്നാൽ ബിസിനസ്സിലും വ്യക്തിജീവിതത്തിലുമെല്ലാം ചതി നേരിട്ടയാളാണ് ദിയ. മുൻ പ്രണയങ്ങളിൽ വഞ്ചിക്കപ്പെട്ടത് ദിയയെ ഏറെ വിഷമിപ്പിച്ചിരുന്നു. എന്നാൽ പെട്ടെന്ന് ഇതിൽ നിന്നും പുറത്തു കടക്കാൻ ദിയയ്ക്കായി. ഇതേക്കുറിച്ച് ദിയ ഒരിക്കൽ പറഞ്ഞ വാക്കുകളാണിപ്പോൾ ശ്രദ്ധ നേടുന്നത്. എനിക്ക് ഒരുപാട് മോശം പാസ്റ്റ് ഉണ്ട്. ഞാനൊരു പ്രേമരോഗിയാണ്. നല്ല പാസ്റ്റ് ആയിരുന്നെങ്കിൽ മൂവ് ഓൺ ചെയ്യാൻ പാടായാനെ. 3-4 റിലേഷൻഷിപ്പുകൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഒരാൾ പോലും ഇല്ല വേറൊരു പെണ്ണുമായി അടുപ്പമില്ലാത്തവരായി. ഞാൻ ആരെയും ടാർഗറ്റ് ചെയ്ത് പറയുന്നതല്ല. പലരും സോഷ്യൽ മീഡിയയിൽ ഡീസന്റായി അഭിനയിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ സത്യത്തിൽ എല്ലാവർക്കും രഹസ്യ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. എല്ലാവന്മാരെയും കണ്ട പെണ്ണുങ്ങളുടെ കൂടെ ഞാൻ പിടിച്ചിട്ടുമുണ്ട്. മോശം പാസ്റ്റ് ആയതിനാലാണ് എനിക്ക് മൂവ് ഓൺ ചെയ്യാൻ എളുപ്പമായത്. ഞാൻ കാരണം ആ ബന്ധങ്ങളിലൊന്നും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല. ഞാൻ ഒരിക്കലും ആത്മാർത്ഥതയില്ലായ്മ കാണിച്ചിട്ടുമില്ല. അതിനാൽ എനിക്ക് തീരെ കുറ്റബോധമില്ല. കാരണം എല്ലാ റിലേഷൻഷിപ്പിലും ഞാനായിരുന്നു നല്ല വ്യക്തി. അവരെല്ലാം ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തട്ടെ. അവർ ആഗ്രഹിക്കുന്നത് പോലൊരു പങ്കാളിയെ കിട്ടട്ടെ. ചിലപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് പോലൊരു പങ്കാളി ആയിരിക്കില്ല താനെന്നും ദിയ കൃഷ്ണ അന്ന് പറഞ്ഞു. അശ്വിൻ ജീവിതത്തിലേക്ക് വന്ന ശേഷമുള്ള മാറ്റങ്ങളെ കുറിച്ചും ഒരിക്കൽ ദിയ കൃഷ്ണ സംസാരിച്ചിട്ടുണ്ട്. അശ്വിൻ തന്നെ പ്രേമിച്ച് പ്രശസ്തനാകാൻ നോക്കിയില്ലെന്നും സ്വന്തം ആവശ്യങ്ങൾക്ക് സുഹൃത്തായിരുന്നപ്പോൾ അശ്വിൻ സമീപിച്ചിട്ടില്ലെന്നും ദിയ കൃഷ്ണ അന്ന് പറഞ്ഞു. കണ്ണടച്ച് വിശ്വസിക്കുമായിരുന്നു ഞാൻ. സ്നേഹിക്കുന്ന ആളെ മാത്രമല്ല, അവരുടെ കൂടെ നിൽക്കുന്നവരെയും. ഇത്തിരി സ്നേഹത്തോടെ ഒരാൾ സംസാരിച്ചാൽ ഞാൻ അങ്ങ് വിശ്വസിക്കും. കൂടെ നിൽക്കുന്നവരായിരുന്നു എനിക്കിട്ട് പണിഞ്ഞുകൊണ്ടേയിരുന്നത്. എവിടെ ചെന്നാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ബില്ല് വരുമ്പോൾ എല്ലാവരും എണീറ്റു പോകും. ദിയ കൊടുത്തോളും എന്ന് പറയും. ആദ്യമൊക്കെ ഓക്കെയാണ്, പിന്നെ ഇനിയാണ്. എന്റെ കാർഡാണ് ഉരയ്ക്കുന്നത്. എന്നെ വല്ലാണ്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ എന്ന് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഉപയോഗിച്ചതിന് ശേഷവും എന്നെ അവർ കുറ്റമാണ് പറയുന്നതെന്നും അന്ന് ദിയ കൃഷ്ണ വ്യക്തമാക്കി. അതേസമയം തന്റെ സ്ഥാപനത്തിലെ ജീവനക്കാർ വഞ്ചിച്ചതിന്റെ ഞെട്ടലും വിഷമവും ദിയയുടെ OC ടോക്കീസ് എന്ന യൂട്യൂബ് ചാനലിലൂടെ പങ്കുവച്ചിരിക്കുകയാണ് ഇപ്പോൾ ദിയ. സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ ദിവ്യയുടെ ഫോണിൽ ദിയ വിളിച്ച കോൾ റെക്കോർഡ് ചെയ്ത വീഡിയോ ഉൾപ്പെടെ പങ്കുവെച്ചുകൊണ്ടാണ് ദിയയും അശ്വിനും രംഗത്തെത്തിയത്. ദിവ്യയുടെ ഫോണിലൂടെ ദിയ ചീത്ത വിളിച്ച സംഭവത്തിലും ദിയ വീഡിയോയിലൂടെ മറുപടി നൽകുന്നുണ്ട്. 8 മാസം ഗർഭിണിയായ തന്റെ കുഞ്ഞു പോലും കേൾക്കുന്ന രീതിയിൽ ചീത്ത വിളിച്ചെന്ന് പറയുമ്പോൾ താൻ ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോയത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ എന്നും ദിയ ചോദിക്കുന്നു. താൻ ഏറ്റവും മാനസികമായി തകർന്ന അവസ്ഥയിൽ മോശം വാക്കുകൾ ഉപയോഗിച്ചതിൽ ക്ഷമ ചോദിച്ചുകൊണ്ടാണ് ദിയ തന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നത്.